വില പൊട്ടിച്ചു തരും കേട്ടോ. മാക്സിമം വില പൊട്ടിച്ചു കൊടുക്കാം നമുക്ക്. നിങ്ങൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം വില പൊട്ടിച്ചു തരും. ഒറിജിനൽ കേരള വണ്ടിയാണ്. 2011 ഫുൾ ലോഡ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. വണ്ടി 2,19,000 രൂപ. 2,19,000 രൂപ. 2017 LXi ആണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2,19 ചോദിക്കുന്നുണ്ടെങ്കിൽ വില കുറച്ചു കൊടുക്കും ചെറുതായിട്ട്. ലോൺ ഇത് നമുക്ക് ലോൺ എന്തായാലും 4 ലക്ഷം രൂപ എന്തായാലും കിട്ടും. കിട്ടൂല? 4 ലക്ഷം 50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ വണ്ടിയിലൊക്കെ കുറെ ഫുൾ ലോൺ കയറുന്ന വണ്ടികളുണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ല ഫുൾ ലോൺ കയറുന്ന വണ്ടികൾ. നമ്മൾ ഒരുപാട് വണ്ടി അധികം ഫുൾ ലോൺ ആണ്. പിന്നെ ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാം. 20-30 രൂപ ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാം. അധികം ഫുൾ ലോണുള്ള വണ്ടി നമ്മുടെ അടുത്ത് കയ്യിലുള്ള ഇപ്പൊ നിലവില് നമുക്ക് ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാം കസ്റ്റമർക്ക്. ഒരു മഴയും വെയിലും കൊള്ളാതെ നല്ല സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ചില്ലറ പൈസന്റെ കാറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇവിടെയുള്ള എല്ലാം ഒക്കെ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് കേട്ടോ. ഇവിടെ എന്നോടൊപ്പമുള്ളത് ഇതിന്റെ ഓണറാണ്. നിങ്ങളുടെ പേര് എങ്ങനെ? സാലി. ഓക്കെ. ഈ സാധാരണക്കാര വണ്ടികളാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെ? കുഴപ്പമില്ലാത്ത വണ്ടികളുണ്ട്. ക്വാളിറ്റി ഒക്കെ എന്ത് പാട്? ക്വാളിറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കും. മേജർ തട്ടോ കാര്യങ്ങളോ അതേപോലെ ഗ്ലാസ് റീപ്ലേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ പറഞ്ഞു കൊടുക്കാം. അതൊക്കെ പറഞ്ഞിട്ടേ തരുള്ളൂ. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നമുക്ക് മാക്സിമം റേറ്റ് ലോ ആയിട്ടും കൊടുക്കാം. ഒരു ഓണത്തിന്റെ ഒരു ഓഫർ ആയിട്ടും കൊടുക്കാം. ഓണത്തിന്റെ ഓഫർ ആയിട്ട് നമുക്ക് വില കുറച്ച് കൊടുക്കാം. കസ്റ്റമർ വില കുറഞ്ഞ വണ്ടി ആയിക്കോട്ടെ. അതെ അതെ, അങ്ങനെ കൊടുക്കാം. അതെ, വില കുറഞ്ഞാല് പിന്നെ ഓഫർ നിങ്ങൾ എന്താന്ന് പറഞ്ഞിട്ടാ? ഓഫർ തന്നെ ഇപ്പൊ നമുക്കൊരു കുറച്ച് കൊടുക്കാം. അതായത് ഇപ്പൊ നിങ്ങൾ ഇതിന് മുമ്പൊക്കെ കൊടുത്തതിനേക്കാളും ഇന്നലെ വന്ന ബ്ലോഗറിന്റെ കാർഡിൽ നമുക്ക് കുറച്ച് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ട്. അതിനിട്ടും കുറച്ച് നമുക്ക് ഇന്ന് കൊടുക്കാം. നമുക്ക് ഇന്നൊരു ഓഫർ ആയിട്ട് പറയാം. നിങ്ങൾ കാസർഗോഡ് നിന്ന് വന്നു പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് തരാം. കുറച്ച് കൊടുക്കൂല. 2 വീഡിയോ കണ്ട വ്യത്യാസം മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ ഈ വീഡിയോ ഞായറാഴ്ചയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഞായറാഴ്ച നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോ ഇവർക്ക് വിളിക്കുമ്പോ ഫോൺ എടുക്കുന്നില്ല. ഇല്ല ഞായറാഴ്ച എടുക്കൂലേ? അഥവാ എടുത്തില്ലെങ്കിൽ വാട്സപ്പ് വഴി ആയിട്ട് പോയാലും മതി. അതിനുള്ള എടുക്കാൻ ഞാൻ എടുക്കും. ഇനിയിപ്പോ എടുത്തില്ലെങ്കിൽ അപ്പൊ തന്നെ തിരിച്ചു വരാം. 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു വിളിക്കും. ഓക്കെ. ഇവിടെ ഏതൊക്കെ വണ്ടികളാണ് കൂടുതലുള്ളത്? മാരുതിന്റെ വണ്ടി ഉണ്ട്, ടൊയോട്ടന്റെ ഉണ്ട്, ഹുണ്ടായി ഉണ്ട്, നിസാൻ ഉണ്ട്. ഓക്കെ. പിന്നെ കൂടിയ വണ്ടികളുണ്ട്. ബഡ്ജറ്റ് പറഞ്ഞാൽ ഓവർ പ്രൈസ് ഇല്ല. നമുക്ക് 7 lakh 5 lakhന്റെ അടിയിലൊക്കെ വണ്ടികൾ നമ്മുടെ 5 lakhന്റെ ഉള്ളിലാണ്. 5 lakhന്റെ ഉള്ളിൽ മാക്സിമം 1 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ഒരുപാട് വണ്ടികളുണ്ട്. നമുക്ക് കുറച്ച് വണ്ടികളെ 5 lakhs മേലൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ? ഓക്കെ. അപ്പോ ഇത് കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് മലപ്പുറം മഞ്ചേരി റൂട്ടില് പാണായി എന്ന് പറയും. പാണായി നയാര പെട്രോളിയം പമ്പ് ഉണ്ട്. ഇവിടെ ഒരു പെട്രോൾ പമ്പിന്റെ നേരെ യാർഡാണ്. യാർഡിന്റെ പേര് കാർ 10 ആണ് കേട്ടോ. കാർ 10 ന്യൂസ്. ഓക്കെ. അപ്പൊ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിരുന്നു വിളിച്ചാൽ മതി. പിന്നെ അതിൽ വാട്സപ്പ് ഉണ്ടാവും. വാട്സപ്പ് ഗേറ്റ്ലോക്ക് കേരളക്ക് ഇല്ല. നമുക്ക് വാട്സപ്പിൽ ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും വണ്ടിന്റെ ഫോട്ടോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടി എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യണ്ട? എക്സ്ചേഞ്ച് നമ്മൾ എടുക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും വണ്ടി കൊണ്ടുവന്നാൽ അതിന് എക്സ്ചേഞ്ച് കൊടുക്കല. ഓക്കെ. അപ്പൊ നമുക്ക് കൂടുതൽ സംസാരിച്ച് ലാഗടിപ്പിക്കണ്ട. ഓരോ വണ്ടികൾ നമുക്ക് ഓക്കെ. 800 തുടങ്ങാല. നല്ല അടിപൊളി കളറാണ് വരുന്നത്. ബ്ലൂ കളർ വണ്ടിയാണ്. ഇതെങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2017 മോഡലാണ്. 2017 LXi ആണ് ഓപ്ഷൻ. LXi വണ്ടി ഇപ്പൊ നിലവിലുള്ളത്. ഓക്കെ. നമ്മളെ വണ്ടി പറഞ്ഞാല് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ. എത്ര ഓടിയിട്ടുണ്ട്? ഓട്ടം ഇതൊരു 76ന്റെ അടുത്താണ്. 76 ഓടിയിട്ടുണ്ട് അല്ലെ? മെക്കാനിക് പരമായിട്ട് ഒന്നുമില്ല. ഈ ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞതിന്റെ പ്രൈസ് ആണ്. അവസാനം പറഞ്ഞാൽ മതി. ഞാൻ ഹൈലൈറ്റ് നമ്മൾ വണ്ടിക്ക് ഒരു ഹൈലൈറ്റ് വരുമല്ലോ. അതെ. ടാറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കട്ടുള്ള ടാറുണ്ട്. പിന്നെ ഉള്ളില് നോക്കുകയാണെങ്കിൽ സീറ്റ് കവറേജ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങള്? വണ്ടി റീപ്ലേസ് ഉണ്ട്. ഈ ഡോർ റീപ്ലേസ് ആണ്. ഈ ഡോർ റീപ്ലേസ് ഉണ്ട്. പിന്നെ ഇവിടെ തട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞുള്ളൂ. കസ്റ്റമറെ ചതിക്കാൻ പാടില്ലല്ലോ. ഇവിടാണ് തട്ട് അവിടെയും അപ്പുറം നമുക്ക് എത്തിയില്ല. തട്ട് ഈ സൈഡും വന്നു, ഈ സൈഡും വന്നു. ഡോറും പോയിക്കണം. വേറെ മേജർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കസ്റ്റമർ നല്ലൊരു വിലക്ക് വണ്ടി കൊടുക്കാം. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണേ 2,19,000 രൂപ. 2,19,000 രൂപ. 2017 LXi ആണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ചോദിക്കുന്നുണ്ടെങ്കിൽ വില കുറച്ചു കൊടുക്കും ചെറുതായിട്ട്. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ആവശ്യക്കാർ വിളിക്കട്ടെ. ഇവിടെ ഒരു സിൽവർ കളറിൽ വരുന്ന ഒരു ആൾട്ടോ ഉണ്ട്. 2012
സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടി നിലവിലുള്ളത്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തട്ട് മുട്ടൊന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ഓടിക്കണ പറഞ്ഞ? ഓടിക്കണു 80,000 ഓടിക്കുന്നുണ്ട് അല്ലെ? ഇത് ഓപ്ഷൻ തന്നെ LX ആണ് നമ്മുടെ അധികമുള്ള വണ്ടി മൊത്തം. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അത്യാവശ്യം ടയറും ഉണ്ട്. മെക്കാനിക് ഫിറ്റ് ആണ് വണ്ടി. ഫിറ്റ് ആണല്ലേ? ഒരു കസ്റ്റമർ വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും എടുക്കാം. അഭാവം നമ്മൾ പറഞ്ഞെടുത്തുകൊണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇവര് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ കേട്ടോ. കറണ്ട് ചെയ്യുള്ളൂ നമ്മള്. ഇവര് കാരണം എന്താ വെച്ചാല് ഫസ്റ്റ് കാണിച്ച വണ്ടി തന്നെ ഇവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയൊരു യാർഡാണ്. എത്രക്ക് കൊടുക്കരുത്? ഇത് നമുക്ക് 1,70,000 നമ്മൾ ചോദിക്കണം. എത്ര? 1,70,000. മോഡൽ എത്ര? 2012 മോഡൽ. അപ്പൊ ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കി നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാട്ടോ. ചില്ലറ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. കുറച്ച് തരും. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇവിടെ ഒരു ഹോണ്ടന്റെ ബ്രിയോ അല്ലെ? ഹോണ്ട ബ്രിയോ. ഇതെങ്ങനെയാണ് കാര്യങ്ങള്? ഇത് 2012 ആണ്. ഇത് 2012 96,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഇത് എനിക്കറിയില്ല. പക്ഷെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ വണ്ടിക്ക് വരുന്നുണ്ട്. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ടയർ ഭാഗം 80% നമ്മുടെ ടയർ വരുന്നുണ്ട്. നല്ല ഫാൻസി നമ്പറാണ്. പിന്നെ റെഡ് കളർ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ. അത് ഭംഗിയുള്ളവരുണ്ട്. ബെൻസിന്റെ ഓടിന്റെ ഒക്കെ സീറ്റ് കവറാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ആയിട്ട് കേട്ടോ. ഇത് എത്ര കൊടുക്കാം സാർ? ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് 2,45,000 കൊടുക്കാം. 2,40,000 കൊടുക്കാം. മോഡൽ എത്ര? 2,45 നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് വണ്ടി കൊടുക്കാം. 2012 ആണ്. 12 വണ്ടിയാണ്. 2012 മോഡൽ. ഓക്കെ. അപ്പൊ ആവശ്യക്കാണെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഒരു ഗോൾഡൻ കളറിൽ തന്നെ ഒരു നിസാന്റെ മൈക്ര. ഇത് ഡീസലാ പെട്രോളാ വണ്ടി? ഇത് ഡീസലായിരുന്നു. ഡീസലിലെ ഫുൾ ലോഡ് വണ്ടിയായിരുന്നു. ഡീസൽ അത്യാവശ്യം 25 കിലോമീറ്റർ ഒക്കെ മൈലേജ് റോഡിലെ രാജാവാണ്. ഇത് കേരള വണ്ടിയാ? കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരളയാണ്. വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാ? അല്ലല്ല, ഇത് കമ്പനി അലോയ് മാറ്റിട്ട് കസ്റ്റമർ രജിസ്റ്റർ ചെയ്തതാണ്. ഇത് എക്സ്ട്രാ കയറ്റിയതാണ്. മറ്റു മാറ്റി. ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ല, വണ്ടി നീറ്റ് വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. ഇത് എത്ര ഓടിക്കുന്നത്? ഇത് 1,12,000. 1,12 ഓടിയിട്ടുണ്ട്. വേറെ തട്ടുമുട്ടൊന്നുമില്ല. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഫിറ്റ്. ഇത് നമ്മൾ ചോദിക്കണേ 2 ലക്ഷം റുപ്യാണ്. 2 ലക്ഷം രൂപ ചോദിക്കണേ. നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില പൊട്ടിച്ചു തരും കേട്ടോ. മാക്സിമം വില പൊട്ടിച്ചു കൊടുക്കാം നമുക്ക്. നിങ്ങൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം വില പൊട്ടിച്ചു തരും. ഒറിജിനൽ കേരള വണ്ടിയാണ്. 2011 ഫുൾ ലോഡ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിക്ക്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നല്ല നാക്ക് വണ്ടി. നല്ല ഒരു വെറൈറ്റി കളറാണ്. നല്ല വൃത്തിയുള്ള കളർ. എന്താ ചേലി ഒരു റെഡ്സ് കളറാണ്. ഇത് കമ്പനി കളർ തന്നെയാ അടിച്ചതാ? ഇല്ല, ഇത് കമ്പനി കളർ തന്നെയാണ്. കമ്പനി കളർ ഈ കളർ തന്നെ നമുക്ക് ഉള്ളിലും വരുന്നുണ്ട്. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടിന്റെ കളറിന്റെ ഉള്ളിലും വരുന്നുണ്ട്. ഉള്ളിൽ ഡാഷ്ബോർഡിലും ഉള്ളിൽ അതേപോലെ ഡോർ കോളമിലൊക്കെ ഈ കളർ വരുന്നുണ്ട്. അത്യാവശ്യം കട്ടല്ല ടയറൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഡീസൽ വാഹനമാണ്. എത്ര ഓടിയിട്ടുണ്ടാവും? ഇതിപ്പോ ഓടി നിലവില് 1,10,000 കിലോമീറ്റർ ആണ്. ഒരു KL10 മലപ്പുറം റൈസനിലാണ് വരുന്നത്. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എല്ലാ വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ വരുന്നത് ഡീസലാണ്. ഈ തട്ടുമുട്ട് വരക്കൊന്നുമില്ല. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. 2010 നമുക്ക് പേപ്പർ 2 മാസം അങ്ങനെ എടുക്കാനായി. ഇത് മോഡൽ വരുന്ന 2010 ആണ്. 2010 പേപ്പർ എടുക്കാനായി. 2 മാസം കൊടുക്കുള്ളൂ. ഇനി പേപ്പർ എടുത്തിട്ടും കൊടുക്കാം. കസ്റ്റമറിന് എങ്ങനെയാ സൗകര്യം അങ്ങനെ കൊടുക്കാം. അപ്പൊ അത് ആ ഒരു പ്രൈസ് നിങ്ങൾ ഇൻക്ലൂഡ് ആക്കി കൊടുത്താൽ മതി. എന്റെ അഭിപ്രായം പേപ്പർ എടുക്കാതെ കസ്റ്റമർ ഒന്നും പാടും ബെറ്റർ പ്രൈസ് കൊണ്ട് വരാം. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാണ്? ഉള്ളതാണോ? അല്ല, പേപ്പർ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് 2 രൂപയ്ക്ക് കൊടുക്കാം. പേപ്പർ ഇല്ലാതെ നമുക്ക് 1,90, 1,85 വരെ കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് കൊടുക്കാം. ഒരു 10 രൂപ വേണ്ടി വരില്ലേ പേപ്പർ? എങ്ങനെ? ഒരു 10 രൂപ 13 രൂപേന്റെ അടുത്ത് പേപ്പറിന് വരും. പേപ്പർ ടാക്സും ഇൻഷുറൻസും ഒക്കെ വരും. 13 വണ്ടി വേറെ അപാകത ഒന്നുമില്ല. ഇല്ല, തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. ഉള്ളിൽ കാണിച്ചെടുത്തില്ല നമ്മള് കാണിച്ചല്ലോ. ഇവിടെ ഒരു വാഗനർ നോക്കാം. ഇതെങ്ങനെയാണ്? ഇത് 2010 പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. 2010 മോഡലാണ്. LX വണ്ടി വരുന്നത്. പുതിയ പേപ്പറൊക്കെ ഓൾറെഡി പുതിയ പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട് വണ്ടിക്ക്. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് 1,15. 1,15 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയാ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വണ്ടി എന്തുപാട് മെക്കാനിക് പരമായിട്ട് ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ എന്താ പറയാ,
വണ്ടി ഫിറ്റ് ആണ്. എല്ലാ ഭാഗം നോക്കാൻ ഫിറ്റ് ആണ്. എല്ലാ ഭാഗം നോക്കി വണ്ടി ഫിറ്റ് ആണ്. എണ്ണടിക്കാൻ പാടല്ലേ? എണ്ണ അടിച്ച് ഓടുക അത്രേ ഉള്ളൂ. 5 കൊല്ലം പേപ്പർ ചിന്തിക്കാനില്ല. അതെ, 5 കൊല്ലത്തേക്ക് ഒന്നും നോക്കാനില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ. മ്യൂസിക് സിസ്റ്റം ഉണ്ട്, 2 ഡോർ പവറിന്റെ വരുന്നുണ്ട്. LXA 2 ഡോർ പവറിന്റെ വരും. എത്ര കൊടുക്കല്? ഇത് നമ്മൾ ചോദിക്കണേ 1,85,000. 1,85 നമ്മൾ ചോദിക്കണേ. കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും കുറച്ചെടുക്കാം. ഇവിടെ മാരുതി കാർ കാണിച്ചാലോ? കണ്ടെടുക്കാം. എങ്ങനെയാണ്? AC വണ്ടിയാ? ഇത് AC ഇല്ലാത്ത മോഡലാണ്. 2009 ആണ്. ഇത് കസ്റ്റമർ പാർക്കിംഗ് ആണ്. നമ്മളെ വണ്ടിയല്ല, പാർക്കിംഗ് സൈഡിലാണ് വണ്ടി വരുന്നത്. വണ്ടി കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. സീറ്ററും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. ഉള്ളായാലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. കാണാൻ വൃത്തിയുണ്ട്. തിരൂർ വണ്ടിയാണ്. തിരൂർ രജിസ്ട്രേഷൻ വണ്ടിയാ. ശേഷം നല്ല വൃത്തിയിലാണ്. തുരുമ്പോ എല്ലാം കയറാത്ത വണ്ടിയാണ്. അങ്ങനത്തെ പറയാം. ഉൾഭാഗം കാണിച്ചിട്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. മെക്കാനിക് ഫിറ്റ് വണ്ടിയാ. ഇത് നമ്മൾ ചോദിക്കണേ 90 രൂപ ചോദിക്കണേ. അത് നമുക്ക് കസ്റ്റമറായിട്ട് വിളിച്ചിട്ടേ ഡയറക്റ്റ് നമുക്ക് സംസാരിച്ച് ക്ലിയർ ആക്കി കൊടുക്കാം. അല്ലെ? അല്ല ശരി. ഇത് 2014 മോഡല് ഇല്ല, നമ്മളെ ആൾട്ടോലൊക്കെ വരുന്ന VXI മോഡൽ വരാം. സാധാരണ 2 ഡോർ പവറിന്റെ VXI അല്ല, LXI വരുന്ന LXI വരുന്ന പോലെ. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിന്റെ. ഇത് മോഡൽ എത്രയാണ്? ഇത് 2014 മോഡൽ അല്ലേ? ഇതിൽ ഹൈലൈറ്റ് പറഞ്ഞാൽ അലോവിലുണ്ട്. 4 വീലും അലോവിലുള്ള വണ്ടിയാണ്. ചെയ്ത വണ്ടിയാണ്. ചെയ്ത വണ്ടിയാണ്. വണ്ടി ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? വണ്ടി ഇപ്പൊ നിലവിൽ ഓടിയത് 86,000 ഓടി. സെക്കൻഡ് ഓണറാണ് ഇപ്പൊ നിലവിലുള്ളത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണിത്. എത്ര ചോദിക്കണേ? ഇത് നമ്മൾ ചോദിക്കണേ 1,90 ആണ്. 1,90 ചോദിക്കണ്ടേ? കുറച്ച് കൊടുക്കാം. ഇവിടെ നിസാന്റെ ടെറാന കാണിച്ചു കൊടുക്കല്ലേ? അടുത്ത നമുക്ക് ടെറാന വരുന്നേ. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് ടെറാന. 85 വണ്ടി വരുന്നത്. ഓക്കെ. എന്തുപാട് വണ്ടി അടിപൊളി വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് 2014 വണ്ടിയാണ്. 2014 വണ്ടിയാണ്. ഓക്കെ. വണ്ടി നല്ല വൃത്തിയുണ്ട് അല്ലേ? നല്ല വൃത്തിയുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ഓപ്ഷൻ വെച്ചാല് ഫുൾ ലോഡ് ആണ് പറയാം. XL അല്ലേ? XL ആണ് ഇത് കാണിക്കുന്നത്. XL. ഓക്കെ. വണ്ടി റീപ്ലേസ് ഉണ്ടോ? ഇല്ലല്ല, വണ്ടി റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല ഓടിക്കാനും കാര്യങ്ങളൊക്കെ നല്ല സുഖം. നല്ല സീറ്റ് സ്മൂത്തുള്ള വണ്ടിയാണ്. മെക്കാനിക്കൽ ഫിറ്റ് ആണല്ലേ? മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് വണ്ടി. എത്ര കൊടുക്കാം? നമ്മൾ ചോദിക്കുന്നത് 4 റുപ്യാണ്. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 4,50 നമ്മൾ ചോദിക്കും. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. എത്ര പൈസ ലോൺ? ഇത് നമുക്ക് ലോൺ എന്തായാലും 4 ലക്ഷം റുപ്യ എന്തായാലും കിട്ടൂലേ? 4 ലക്ഷം 50 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ വണ്ടിയിലൊക്കെ കുറെ ഫുൾ ലോൺ കയറുന്ന വണ്ടികളുണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ല. ഫുൾ ലോൺ കയറുന്ന വണ്ടികൾ നമ്മൾ ഒരുപാട് വണ്ടി അധികം ഫുൾ ലോൺ ആണ്. പിന്നെ ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാം. 20-30 രൂപ ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാം. അധികം ഫുൾ ലോണുള്ള വണ്ടി നമ്മുടെ അടുത്ത് കയ്യിലുള്ള ഇപ്പൊ നിലവില് നമുക്ക് ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാം കസ്റ്റമർക്ക്. മാരുതിന്റെ ഒരു വണ്ടി SS4 ആണ്. 2011 മോഡല്. 2011 മോഡലാണ്. 2011 1,34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ 80%, 100% വരെ കൊടുക്കാം. കേരള വണ്ടിയല്ലേ? കേരള വണ്ടി തന്നെ. അത്യാവശ്യം പ്രീമിയം വണ്ടിയാണ്. സെഡാൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയും കാര്യങ്ങളുള്ള വണ്ടിയാണ്. മെക്കാനിക്കും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എത്ര ഇത് നമ്മൾ ചോദിക്കുന്നത് 1,99 ആണ്. 1,99 സെഡാൻ വണ്ടി കൊടുക്കാം നമുക്ക്. 2011 മോഡല്. നിങ്ങൾ ചോദിക്കണതല്ലാണ്ട് താത്തി കൊടുക്കോ? ചെറുതായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം വണ്ടിക്കൊക്കെ. അപ്പൊ വാണാൻ വിളിച്ചോ? വിളിച്ചോ. റിനോൾട്ടിന്റെ കിഡ് ആണല്ലേ? കിഡ് 17 മോഡലാണ്. എന്താ പറയാ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് മോഡൽ ഓട്ടോമാറ്റിക് മോഡൽ കുറച്ച് കൂടിയ വണ്ടിയാണ്. കാണാനും ബർക്കത്തുണ്ട്. 84,000 ഓടിയിട്ടുള്ളൂ. 84,000 ഓടിച്ചുള്ളൂ. സീറ്റാറും കാര്യങ്ങളും ടയറൊക്കെ നല്ല. വണ്ടി എന്തുപാട്? റീപ്ലേസ് ഒന്നുമില്ല? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഏതോ ഓപ്ഷൻ വരുന്നത്? മിഡിലാ? ഇത് ഫുള്ളോടാണ്. ഫുള്ളോട് വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, ടച്ച് സ്ക്രീന്, 2 ഡോർ പവർ ഉണ്ട്. കിഡിന് അതേ വരുള്ളൂ. ബാക്കിൽ വരില്ല. ഫുള്ളോടായാലും ബാക്കിൽ വരില്ല. ഫ്രണ്ടിന് വരുള്ളൂ. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,85,000 ആണ്. 2,85,000 റുപ്യ. 2,85 ചോദിക്കുന്നത്. 2,85 നമ്മൾ ചോദിക്കുന്നതല്ല.
ഓക്കെ, വില നെഗോഷ്യബിൾ ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നോക്കിയാലോ? നോക്കാം. അടുത്ത അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ടയറൊക്കെ ഇട്ടിരിക്കുന്നു. ഒരു ബ്ലാക്ക് കളറാണ്. ഇത് കളർ അടിച്ചതല്ല, കമ്പനി കളറാ? ഇത് അടിച്ചതാവും. 2009 അല്ലേ? കമ്പനി 2009 വണ്ടിയാണ്. 2009 ആണ്. ഓക്കെ, ഇതിന്റെ പേപ്പറൊക്കെ പുതിയത് ഇനിയുണ്ട്. 2029 വരെ പേപ്പർ ഉണ്ടാവും. ഉണ്ടല്ലേ? അത്യാവശ്യം പേപ്പറുള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര ആസ്ക്? ഇത് നമ്മൾ ചോദിക്കുന്നത് 190 ആണ്. 190 ചോദിക്കുന്നുണ്ട്. 190 നമ്മൾ ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. വില നമുക്ക് നെഗോഷ്യബിൾ ആണ്. എന്തുപാട് വണ്ടി, എന്തുപാട് റീപ്ലേസ് മെക്കാനിക് പരമായിട്ട് എന്തുപാട്? ഒന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കാം, വൃത്തിയുള്ള വണ്ടിയാണ്. 2009 വണ്ടി മാറിക്കണോ? എങ്ങനെ റീപ്ലേസ് ഇല്ല, ഇതിന് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. കുറെ പഴയ വണ്ടിയല്ലേ? 2009 ആണ് മോഡൽ വരുന്നത്. അതെ. ഓക്കെ, അപ്പൊ എത്ര കൊടുക്കും പറഞ്ഞ ലാസ്റ്റ്? നമ്മൾ 190 കൊടുക്കും. 190 കൊടുക്കും. 2009 മോഡൽ. അതും ഡീസലാണ്. VDI ആണ്. ഓപ്ഷൻ. ഓക്കെ, ഇവിടെ ഒരു ഇറ്റിയോസ് ലിവ 2 കളറിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഗോൾഡൻ കളർ വണ്ടിയാണ്. ഇത് പെട്രോൾ ഡീസൽ വണ്ടി? പെട്രോൾ ആണ് വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്. G ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര മോഡലാ ഇത്? 2017 മോഡൽ അല്ലേ? ഒറിജിനൽ കേരള വണ്ടി അല്ലേ? കേരള അല്ല, റീ രജിസ്ട്രേഷൻ ആണ്. റീ വണ്ടി അല്ലേ? റീ വണ്ടിയാണ്. ഓക്കെ, എന്തെങ്കിലും മെയിൻ ക്ലാസ് ആയിട്ട് മാറിനാ? മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയില്ല. നിലവിലിപ്പോ ഇത് കാണുന്ന കിലോമീറ്ററിന് 95 ആണ്. എത്ര? 95,000 കിലോമീറ്റർ ഇപ്പൊ നിലവിൽ കാണും. കിലോമീറ്റർ ജെനുവിൻ പറയാൻ കഴിയൂല. അതാണ് ആദ്യം പറഞ്ഞത്. പറയാൻ കഴിയില്ല. വൃത്തിയുള്ള വണ്ടിയാണ്. എല്ലാ സീറ്റാറും കാര്യങ്ങളും എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് നോക്കിട്ട് എടുത്താൽ മതി. ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് 3 ലക്ഷം റുപ്യ കൊടുക്കാം. എത്ര? 3 റുപ്യ കൊടുക്കും. 3 റുപ്യക്ക് നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് വണ്ടി കൊടുക്കാം. 2017 വണ്ടി. അപ്പൊ വാണാൻ വിളിച്ചോ? വാണേ വിളിക്കാം. ഇവിടെ ഒരു വാഗണർ നോക്കല 2012. സെക്കൻഡ് ഓണർ വരുന്നത് 117 വണ്ടി ഓടിയിട്ടുണ്ട്. എത്ര മോഡൽ അറിഞ്ഞത്? ഇത് 2012 മോഡൽ. 12 മോഡൽ. ഓപ്ഷൻ VXI വരുന്നത് വണ്ടി. VXI അല്ലേ? ഓക്കെ. ഇത് എന്തുപാട് വണ്ടി? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് എത്ര ഓട്ടം ഉണ്ടാവും? ഇത് ഓട്ടം നിലവിൽ 117. അത്ര ഓടിയിട്ടില്ല. കറക്റ്റ് ഓട്ടം ആയിരിക്കും അല്ലേ? കറക്റ്റ് ഓട്ടമാണ്. അതിൽ ഉടായ്പൊന്നും ഉണ്ടാവില്ല. ഇല്ല, നമ്മൾ പറയുന്നത്. ഓക്കെ, ഉൾഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. എത്ര കൊടുക്കരുത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,40,000 റുപ്യ. 2,40,000 ചോദിക്കുന്നുണ്ട്. 2012 VXI ആണ് കേട്ടോ. 2012 VXI. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ. ഇവിടെ ഒരു ഫോർഡിന്റെ ഏതായത് ഫിയസ്റ്റ. എങ്ങനെയാണ്? ഡീസൽ വണ്ടി? ഇത് പെട്രോൾ വണ്ടി തന്നെ. 2016-17 മോഡൽ ഉണ്ട്. ഓക്കെ, മാനുവലാ? ഇത് മാനുവൽ വണ്ടി. നമുക്ക് ഫുൾ ഓൺ ആയിട്ട് വണ്ടി കൊടുക്കാൻ പറ്റും അല്ലേ? മാനുവൽ ആണ്. പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. ഏത്? അല്ല, പെട്രോൾ വണ്ടിയാണ്. മാനുവൽ ആണ്. ബേസ് മോഡലാണ് വണ്ടി വരുന്നത്. ഓക്കെ, 2016-17 മോഡൽ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി. 16 മോഡൽ 17 റൈസർ ആയിട്ടുള്ള വണ്ടി അല്ല? റൈസർ ആയിട്ടുള്ള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. വണ്ടി. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടം ഇപ്പൊ നിലവിൽ 74,000 കിലോമീറ്റർ ഉള്ള സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി. എത്ര കൊടുക്കരുത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,60,000 ആണ്. നമുക്കൊരു ഫൈനൽ റേറ്റ് ആയിട്ട് കസ്റ്റമർ 2,45 വണ്ടി നമുക്ക് കൊടുക്കാം. 2,45. അതും ഫുള്ള് ലോണിൽ കൊടുക്കാം. ഫുള്ള് ലോണിൽ കസ്റ്റമർ ഇട്ട് കൊടുക്കാം. 2011 മോഡല്. 11 മോഡലാണ്. ഓപ്ഷൻ പിന്നെ VXI വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയാണ് ഇത് കാര്യങ്ങള്? ഇതിപ്പോ നിലവില് സെക്കൻഡ് ഓണർ വരുന്ന 1.6 ഓടിയിട്ടുണ്ട്. 1.6 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല. ഒന്നുമില്ല. വണ്ടി VXI ആണ് വണ്ടി വരുന്നത്. ഓപ്ഷൻ പിന്നെ VXI ആണ്. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്. എല്ലാ ഭാഗം ഫിറ്റ് ആണ്. മെക്കാനിക് പരമായിട്ടൊന്നും നോക്കാനില്ല. ഓക്കെ, ഇതൊക്കെ വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ സാർ? ഇതൊക്കെ വിശ്വസിച്ച് കൊടുക്കാം നമുക്ക്. നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടിയല്ലേ? ഓക്കെ, എത്ര ആസ്ക്? ഇത് നമ്മൾ ചോദിക്കുന്ന 1,90,000 റുപ്യ. 1,90,000 ചോദിക്കണ്ടല്ലോ? 1,90,000 നമ്മൾ ചോദിക്കണ്ട്. ഇവിടെ മോഡൽ കൂടിയ ഒരു വണ്ടിയല്ലേ? 2008 ആണ്. ആൾട്ടോ 800 വരുന്നത്. എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2021. ചെയ്തെടുക്കാൻ വണ്ടിയാ. ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റും. ഫുൾ ഓണിൽ കൊടുക്കാൻ വണ്ടിയാ. ഓക്കെ, LXI ഓപ്ഷൻ അല്ല? LXI വണ്ടി വരും നിലവില്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ. പിന്നെ ആൾട്ടോ കാറിൽ 2 ഡോർ പവറിന്റെ വരുള്ളൂ. ആൾട്ടോക്ക് പിന്നെ അത് വരുള്ളൂ. അത് വരാനില്ല. അതെ. പിന്നെ വണ്ടി എത്ര ഓട്ടം ഉണ്ട്? വണ്ടി ഇപ്പോ 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. നമ്മൾ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി തന്നെ. തട്ടുമുട്ട വരക്കൊന്നുമില്ല. മുട്ട് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല. നല്ല വണ്ടിയല്ല? നല്ല വണ്ടിയാണ്. എത്ര കൊടുക്കാം?
ഇത് നമുക്ക് ചോദിക്കുന്നത് 3,30,000 3,30,000 ചോദിക്കേണ്ടത് നെഗോഷ്യബിൾ ആണ് അല്ലേ? നെഗോഷ്യബിളായി നമുക്ക് കൊടുക്കാം. ഓക്കെ, മാക്സിമം വില കൊടുത്തു ഫുള്ളി ലോണിൽ എടുക്കാൻ പറ്റുമോ? ഫുൾ ലോണിൽ വണ്ടി കൊടുക്കാം നമുക്ക്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ നമുക്ക് കൊടുക്കാം, സെറ്റായി കൊടുക്കാം. ഇവിടെ ഹ്യുണ്ടായിന്റെ i10 ഇതെങ്ങനെയാണ്? ഇത് 2008 മോഡലാണ്. 2008 മോഡലാണ്. പേപ്പറൊക്കെ പുതിയ പേപ്പറുള്ള മോഡലാണ്. 28 വരെ പേപ്പർ ഉണ്ട്. 3 പേപ്പർ വണ്ടി വരുന്നുണ്ട്. ഓക്കെ, വണ്ടി മെക്കാനിക് എന്തുപാട്? മെക്കാനിക് 100ക്ക് 100ആണ്. ഒന്ന് പണിയൊന്നും എടുക്കാന്നില്ല. ഇല്ല, പണി ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഉൾഭാഗം കാര്യങ്ങളൊക്കെ അത് കാണിച്ചു കൊടുക്കാം. ലോക്ക് ചെയ്തിരിക്കണോ? ലോക്ക് തുറന്നു. ഒന്ന് പണിയൊന്നും ചെയ്യാനൊന്നുമില്ല. ഇല്ല, പണിയൊന്നും ചെയ്യാനില്ല. വണ്ടി നിലവിൽ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഭാഗം നോക്കുകയാണെങ്കിൽ ഉൾഭാഗം നല്ല വൃത്തിയുണ്ട്. 2 ഡോർ പവറിന്റെ വണ്ടി ഒന്നും നോക്കാനില്ല. കിടന്ന് ഉറങ്ങാം. നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ ചെയ്തിട്ട് 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്. എത്ര കൊടുക്കത്? ഇത് നമ്മൾ ചോദിക്കണം 1,05,000. 1,05,000 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. ഇവിടെ ഒരു വാഗണർ നോക്കാം. 2011 മോഡലാണ്. 11 മോഡൽ VXi വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഓക്കെ, വണ്ടി എത്ര ഓട്ടോ ഉണ്ട്? 1,32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസും കാര്യങ്ങളൊന്നും ക്ലീൻ ആൻഡ് വൃത്തി വണ്ടിയാണ്. ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ, വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന. ഇത് എത്ര ആസ്ക്? ഇത് നമ്മൾ ചോദിക്കുന്നത് 1,99 1,99 ചോദിക്കുന്നുണ്ട്. അത് VXi അല്ല, വണ്ടി LXi ഉണ്ട്. LXi ആണ് വണ്ടി. 11 മോഡൽ LXi ആണ്. വണ്ടിന്റെ അടുത്ത് തന്നെ ഒരു VXi ഇറക്കണോണ്ടേ. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 1,99 വരുന്നുണ്ട് വണ്ടി. നമ്മൾ ചോദിക്കുന്നത് നമുക്ക് കുറച്ചെടുക്കാൻ ആവശ്യമുള്ള റേറ്റ് ആണ്. ആവശ്യക്കാർ വരട്ടെ. ഓക്കെ, ഇവിടെ ഒരു വാഗണർ. ഇത് 2015 നമുക്ക് കൊടുത്തു. സോൾഡ് ആയ വണ്ടിയാണ്. അടുത്ത നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് 2007 എസ്റ്റിലോ. സെക്കൻഡ് ഓണാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇപ്പൊ 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2007 വണ്ടി അല്ലേ? 2007 വണ്ടി. നമുക്ക് വണ്ടിയാണ്. പേപ്പർ എത്രയുണ്ട്? പേപ്പർ നമുക്ക് 27 പേപ്പർ ഉണ്ടാവും. 2027 പേപ്പർ ഉണ്ടാവും. മെക്കാനിക്കും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. LXi ഓപ്ഷൻ വരുന്നത് നിലവിൽ. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പവർ വിൻഡോ വരുന്നില്ല. പവർ വിൻഡോ വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇത് കമ്പനി അത് കമ്പനി വരുന്ന വണ്ടിയാണ്. കമ്പനി കൊടുക്കണം. നമ്മൾ എക്സ്ട്രാ കയറ്റി കമ്പനി വരുന്നത്. ചോദിക്കുന്നത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് 70 രൂപ ചോദിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ചെറുതായിട്ട് കുറച്ചും കൊടുക്കാം. കസ്റ്റമറിന് കുറച്ചും കൊടുക്കാം. ഓക്കെ, അത് ഇതേപോലത്തെ സെയിം കളറുള്ള വണ്ടി 2015 നാനോ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡിക്കി ഓപ്പൺ ഉള്ള ടൈപ്പാണ്. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓട്ടം 46,000 കിലോമീറ്റർ ഉള്ളൂ. 46 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ലോൺഷിപ്പ് ഉള്ള വണ്ടിയാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. തന്നെ ഓട്ടം കുറവാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കലി 20 നമുക്ക് പ്രതീക്ഷിക്കാം. ഓട്ടോമാറ്റിക്കലി 20 മൈലേജ്. മാനുവലിൽ നമുക്ക് 22 ഞാൻ ഓടിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ഓട്ടോമാറ്റിക്കലി 20 അല്ലെങ്കിൽ 18 എന്തായാലും തീർച്ചയായിട്ടും വണ്ടി എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ ഇല്ല. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടൗണിലേക്ക് ഇറങ്ങാനും പറ്റിയ നല്ലൊരു വണ്ടിയാണ്. സിറ്റിക്കൊക്കെ ഇറങ്ങാൻ പറ്റിയ ഇത് നമ്മൾ ചോദിക്കുന്നത് 1,45,000 റുപ്യക്ക്. 1,45 ചോദിക്കണം. നമുക്ക് അതിൽ എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. കസ്റ്റമറിന് കുറച്ചും കൊടുക്കാം. ഇവിടെ ഒരു സെലേറിയോ. ഇത് ഓട്ടോമാറ്റിക്കാ? ഇത് ഓട്ടോമാറ്റിക് തന്നെ. 2016 സിംഗിൾ ഓണർ വണ്ടി. 16 സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,29,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടിയാണ്. ഫുള്ള് കമ്പനി സർവീസുള്ള ഒരു വാഹനമാണ്. നീറ്റ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. VXi ആയിട്ട് ഓപ്ഷൻ വരുന്നത്. നല്ല വൃത്തിയുണ്ട് കാണാൻ. വൃത്തിയുള്ള വണ്ടിയാണ്. ടയറൊക്കെ അത്യാവശ്യം പുത്തൻ ടയറാണല്ലേ? 4 ടയറും പുത്തൻ ടയർ. 4 പുത്തൻ ടയർ. ഇത് ഓപ്ഷൻ VXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ ഉൾഭാഗത്ത് നല്ല ഇന്ത്യൻ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ഉണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണേ 3,40,000 രൂപയാണ്. 3,40,000 നമ്മൾ ചോദിക്കണേ. 2017 ഓട്ടോമാറ്റിക് വണ്ടി. 16 ഓട്ടോമാറ്റിക് വണ്ടി. 3,40,000 ചോദിക്കുന്നത്. നമുക്ക് കുറച്ച് കൊടുക്കാം. അതേപോലത്തെ സെയിം വണ്ടിയാണ്. വീണ്ടും ഒരു സെലേറിയോ. 2015
മാനുവലാണ്, സെയിലായ വണ്ടിയാണ്. സെയിലായിക്കോണം വണ്ടി, സെയിലായിക്കോണം. അപ്പൊ ഇത് അടുത്ത് പറയാം 2017 ജാസ് ആണ്. ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ്, 24 അടുത്ത് മൈലേജ് കിട്ടുന്ന നല്ല അടിപൊളി വണ്ടിയാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഡീസൽ വണ്ടി. ഇത് ഓപ്ഷൻ വരുന്നത് സെക്കൻഡ് വേരിയന്റ് ആണ് പറയാം. മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ അലവിലൊക്കെ ചെയ്തിട്ടുണ്ട്. അലവിലൊക്കെ അസ്ത്ര കയറ്റിട്ടുണ്ട്. നല്ല മൈലേജ് ഉള്ള വണ്ടി, 24 മൈലേജ് ഉള്ള വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് വണ്ടി ഓട്ടം പറഞ്ഞാല് 80,000 ആണ്. പക്ഷെ ഓട്ടം ജനുവൻ അല്ല. നമുക്ക് കസ്റ്റമറെ വിളിച്ചു അല്ല, കേരള വണ്ടിയാണ്. പക്ഷെ ഓട്ടം ജനുവൻ അല്ല. ഓക്കെ, അപ്പൊ ആവശ്യക്കാര് വന്ന് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം. നോക്കിയാ മതി. ഉള്ളിൽ നല്ല സീറ്റ്, ഓടിന്റെ ബെഞ്ചിന്റെ അതുപോലത്തെ സീറ്റ് ചെയ്തിരിക്കുന്ന നല്ല വൃത്തിയുണ്ട്. ബക്കറ്റ് സീറ്റാണ്. ബക്കറ്റ് സീറ്റ്. ഇത് എത്ര ആസ്ക്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4,45,000 രൂപയാണ്. 4,45 ചോദിക്കുന്നുണ്ട്. ഫുള്ളോ നമുക്ക് ചെയ്തു നോക്കിയ വണ്ടിയൊക്കെ. ഞാന് മോഡൽ 2017 മോഡലാണ് കേട്ടോ വണ്ടി. ഒറിജിനൽ കേരള. സെക്കൻഡ് ഓണർ. 80,000 കിലോമീറ്റർ ഇപ്പൊ നിലവിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ഫുൾ ഓൺ ആയിട്ട് ചെയ്തു കൊടുക്കാം. ഒരു ബീറ്റ് ആണല്ല. 2011 മോഡല്. 2011 മോഡലാണ് വണ്ടി. ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടും ഡീസൽ വണ്ടി. 23-22 മൈലേജ് പറയാൻ പറ്റിയ വണ്ടിയാണ് തന്നെ. ഓക്കെ, ഇതൊക്കെ എന്ത് പാട് വണ്ടി? നല്ല വണ്ടി, വൃത്തിയുള്ള വണ്ടിയാണ്. കൊണ്ടു നടക്കാൻ പറ്റുമോ? ധൈര്യത്തിൽ കൊണ്ടെടുക്കാം. മെക്കാനിക്ക് എന്ത് പാട്? മെക്കാനിക്ക് എന്താ പറയുക? മെക്കാനിക്ക് ഇപ്പൊ കുഴപ്പമില്ല. ഇനി കൊണ്ടതിന് ശേഷം നമുക്ക് എങ്ങനെ പറയാൻ പറ്റൂല. നിലവിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോയത് കസ്റ്റമർ. പിന്നെ ഉള്ളില് നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ നിലവിലുള്ളത് 3ാമത്തെ ഓണർഷിപ്പിൽ നമ്മളെ വണ്ടി ഉള്ളത്. പിന്നെ 2011 വണ്ടിയല്ല? 2011 ഡീസൽ വണ്ടിയാണ്. വണ്ടി ഇപ്പൊ ഓടിയത് 96,000 കിലോമീറ്റർ ആണ്. അത്ര ജെനുവിൻ ഓട്ടാണ്? ജെനുവിൻ ഓട്ടാണ്. ഓട്ടൊക്കെ ജെനുവിൻ തന്നെയാണ്. ഓക്കെ, എത്ര കൊടുക്കരുത്? ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് 75 രൂപക്ക് കസ്റ്റമറിന് കൊടുക്കാം. 75,000 രൂപ. 75,000 രൂപ കൊടുക്കാം നമുക്ക് കസ്റ്റമർ ഓഫർ റേറ്റ് ആയിട്ട് കൊടുക്കാം ഈ വണ്ടി. അതിലെന്താ കുറയോ? ചെറുതായിട്ട് വേണമെങ്കിൽ കുറക്കാം, ചെറിയൊരു എമൗണ്ട്. ഓക്കെ, കുറെ ആൾക്കാർ കമന്റിൽ ചോദിക്കുന്ന ഒരു വാഹനമാണ്. 5 സീറ്റ് വണ്ടിയാ. 5 സീറ്റ് ആണ്. 5 സീറ്റ്. ഇതൊക്കെ എങ്ങനെയാണ്? 2011 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2011 സിംഗിൾ ഓണർ ഉപയോഗിച്ച വണ്ടിയാണ്. ഇതുവരെ ഓണർഷിപ്പ് മാറാത്ത വണ്ടിയാണ്. ഓക്കെ, നല്ല വണ്ടിയാണ്. കൊടുക്കൂല. ഓണർഷിപ്പ് മാറാത്ത 2011 മോഡലും ഉണ്ടറിയാം. വരുമ്പ് കയറാനുള്ള സമയം ആയിട്ടില്ലേനും. നല്ല വണ്ടിയാണ്. വണ്ടി മെക്കാനിക്ക് ഫിറ്റ് ആണ്. മെക്കാനിക്ക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. ഒന്നും നോക്കാല്ല. ഒന്നും നോക്കാനില്ലതാ. പെരിന്തൽമണ്ണ രജിസ്റ്റർ ആണ്. നമ്മളെ മലപ്പുറം ജില്ലയിലെ 5 സീറ്റ് ആണെങ്കിലും എത്ര ആൾക്ക് ഇരിക്കാൻ പറ്റുമോ? ഇത് ആളിഞ്ചിക്കാട്ടിലും ബിസിനസിനാണ് ഈ വണ്ടി കൊണ്ടുപോകുക. എന്തെങ്കിലും കച്ചവടം, സെയിൽസ്, അതേപോലെ കാറ്ററിംഗ് പരിപാടി, ഇങ്ങനത്തെ ടീംസ് ആണ് ഇങ്ങനത്തെ വണ്ടി നോക്കുക അധികം. അതിന് മൈലേജ് കിട്ടുമോ? അതിന് മൈലേജ് അവർക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഇതിന്റെ മൈലേജ് എത്ര വരെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ചോദിച്ചു നടക്കുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഇതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. എത്ര കൊടുക്കരുത്? ഇത് നമുക്കൊരു 99 രൂപ ചോദിക്കണ്ടേ, നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കാം. വില നെഗോഷ്യബിൾ ആണ്. വില നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ഇവിടെ ഒരു സാൻഡ്രോ. ഇത് 2010 മോഡലാണ്. മോഡലാണ്. പുതിയ പേപ്പർ എടുത്ത വണ്ടി. അല്ല? ഇതൊക്കെ എന്തുപാട്? ഇത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ടാവും? ഓട്ടം 90 സംതിങ് ഓട്ടുണ്ട്. അല്ല, ഓട്ടം ഞാൻ പറഞ്ഞത് 1.14 ഓട്ടം. 1.14 ഓട്ടൊക്കെ ജെന്യൂൻ ആണ്. കറക്റ്റ് ഓട്ടാണ്. 1.14 ഓടാനുള്ള ടൈമിന് ആയിട്ടുള്ളൂ. വേറെ കണ്ടീഷൻ ഒക്കെ എന്തുപാട്? കണ്ടീഷൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല ടയറും ഉണ്ട്. ഉൾഭാഗം നല്ല വൃത്തിയുണ്ട്. പുതിയ പേപ്പർ ഉണ്ട്. 5 വർഷം പേപ്പർ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇത് എത്ര നിങ്ങൾ ചോദിക്കണ വില? ഇത് നമ്മൾ ചോദിക്കുന്ന ഉറുപ്പ് നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം കസ്റ്റമറിന്. ഉറുപ്പ് ചോദിക്കുന്നുണ്ട്. ഉറുപ്പ് ചോദിക്കണം നമ്മള്. വില കുറച്ച് കൊടുക്കാം. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ആവശ്യക്കാർ 10 വണ്ടിയാണ്. ഉറുപ്പാണ് ചോദിച്ചത്. ഉറുപ്പ് ചോദിക്കണം. പുതിയ പേപ്പർ എടുത്ത വണ്ടിയാ. 5 കൊല്ലത്തിന് പേപ്പർ നോക്കണ്ട. ഓക്കെ. ഇവിടെ ഒരു ആൾട്ടോ 2013 മോഡലാണ്. എന്താണ് ഫ്രണ്ട് ഒരു ഗ്രില്ലൊക്കെ എക്സ്ട്രാ കയറ്റി ചെയ്യുന്നത്? അത് കസ്റ്റമർ ചെയ്താണ് അവരെ വേണ്ടി. ഭംഗിയില്ലേ കാണാൻ? നല്ല രസമുണ്ട്. ഭംഗിയില്ലേ? മോഡൽ എത്ര? മോഡല് 13 മോഡലാണ്. 14 രജിസ്റ്ററും. 13 മോഡല് 14 റൈറ്റ്സ് ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്.
ഓക്കെ 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടിയാണ്. അതെ അതെ, ഒരു KL65 വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട് കേട്ടോ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഉൾഭാഗം കാണിച്ചിരിക്കും, നല്ല വൃത്തിയുണ്ട്. ഓക്കെ. ഇത് എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കണേ 1,75,000 റുപ്യ. 1,75 ചോദിക്കുന്നുണ്ട്. 2013 മോഡൽ റൈസിനുള്ള വണ്ടി, വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. അതാണ് റേറ്റ് ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും. നമുക്ക് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. ഇവിടെ ചോദിക്കുന്ന വില ഒന്നല്ല കേട്ടോ, വില ഫുള്ള് വില നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം.